ഇപ്പം എത്ര യൂത്താണെന്നറിയാവോ കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സിൻ്റെ വക്കത്ത് നിൽക്കുന്നത്, പിന്നെ കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോ നമ്മൾ അവിടുന്ന് ഏതെങ്കിലും നമ്മുടെ ഭാഗത്ത് അവരെ ചേർത്ത് നിർത്താനും കൊണ്ടുപോകാനും നമുക്ക് പറ്റുമെങ്കിൽ അവിടെ ദൈവദൂതന്മാരെ പോലെ നമുക്ക് വർത്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പറഞ്ഞു എല്ലാറ്റിനും ഉപരി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. നമ്മളുടെ രോഗപീഠകളും നമ്മുടെ അസ്വസ്ഥതകളും നമ്മുടെ വേദനകളും സഹനങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണാനായിട്ട് പറ്റും. നമ്മുടെ കുടുംബം മുഴുവൻ വിശദീകരിക്കാൻ ഒരുപക്ഷെ നമ്മൾ ഉപകരണങ്ങളാക്കി ഈശോ അതിനെ നിങ്ങൾ ചുമ്മാതെ ഇവിടെ കൊണ്ടുവന്നേല കേട്ടോ. നിങ്ങൾ ഓർക്കുക, ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം കൊടുത്തില്ലേ? എന്തോ കൊടുത്തേ? ശിഷ്യന്മാരുടെ ദൗത്യം എന്തോ വരുന്നു? ലോകമെങ്ങും പോയി സുവിശേഷം. ഇപ്പം നിങ്ങൾ ലോകം മുഴുവനൊന്നും പോകാൻ പോണ്ട. ഇവിടെ ഇരുന്ന് എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്ന് ലോകം മുഴുവന് വേണ്ടിയും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. ലോകം ഇപ്പോൾ ഒത്തിരിയും പാപത്തിൻ്റെ ഇതിൽ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ ലോകമല്ല അമ്മച്ചിമാരെ ഇത്. ഇപ്പോഴത്തെ സാത്താൻ അത്രമാത്രം അതിപ്രസരണം നടന്നുകൊണ്ടിരിക്കുന്ന കാലം. കുഞ്ഞു മക്കളെയൊക്കെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുക. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരങ്ങനെയാണ് അവർ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ. ഒത്തിരി പാട്ടിലൂടെ ഡാൻസിലൂടെ ഈ സാത്താനിക ഗ്രൂപ്പുകളുണ്ട്. ഡ്രസ് കോഡ്, ഭക്ഷണം, എല്ലാ ഫുഡിൽ ഐറ്റത്തിൽ പോലും അങ്ങനെയുള്ള തിന്മയുടെ ശക്തി നമ്മളറിയാതെ എടുക്കുന്നതാണ്. അപ്പോൾ ഈ അകത്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോഴത്തേനെ ഈ തിന്മയുടെ നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ശക്തമായ രീതിയിൽ നമ്മുടെ ഉള്ളിലില്ല. ഒരു പ്രാർത്ഥന ഇല്ലാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈശോയുമായിട്ട് ആ വിശ്വാസത്തിൽ ആഴപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? അവൻ്റെ കെണിയിലേക്ക് പോയി വീഴും. പക്ഷേ നമ്മൾ നിരന്തരം ഈശോയുടെ തിരുസാന്നിധ്യത്തിൽ ആയിരുന്നുകൊണ്ട് തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച പ്രാർത്ഥനയിലും പരിത്യാഗത്തിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കും എത്ര വന്നാലും, പണ്ടത്തെ എനിക്കറിയാം, എൻ്റെ അമ്മച്ചിയൊക്കെ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ അമ്മച്ചിയുടെയൊക്കെ പ്രാർത്ഥനയും പരിത്യാഗവും ഇപ്പോഴും രണ്ടുപേരും ഉണ്ട്. രണ്ടുപേരും 85-80 വയസ്സായ രണ്ടുപേരും ഒറ്റയ്ക്കാണ് ഇപ്പോഴും വീട്ടിൽ. അവർ മുട്ടുകുത്തി നിന്ന് ആ പ്രാർത്ഥനയാണ് ഞാനിന്ന് ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയാണ്. അല്ല നമ്മുടെ കഴിവും മിടുക്കുമൊന്നുമല്ല. കുഞ്ഞുനാളിലെ കണ്ടു വളർന്നതും അത് തന്നെയാണ്. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഉടനെ ഒരു വടി എടുത്തുകൊണ്ട് വന്ന് അടിച്ച് മുട്ടുംകാലം നിർത്തിയാണ് പ്രാർത്ഥിച്ച് ജപമാല ചെയ്തിട്ടുള്ളത്. ആ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും മുണ്ട് മുറുക്കി കൊടുത്തിട്ട് മക്കളെ വളർത്താനായിട്ട് കഷ്ടപ്പെട്ട് ഒത്തിരി കഷ്ടപ്പെടയിലോ കടന്നുപോയൊരു കുടുംബമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഈശോ നമുക്ക് വേണ്ടി ചെയ്യും. നമ്മളല്ലാതെ ഓടിപ്പോയി ഞാൻ ചെന്നാലേ അവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, ഞാൻ ചെന്നാലേ ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക, നമ്മൾ ഒന്നും നടത്താൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇരുന്ന് കൈവരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം, ഇവിടെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് നമ്മളെ ഏൽപ്പിച്ച് ദൗത്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ഇറങ്ങും. അതാ പറഞ്ഞേ, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും.